ഹായ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഫ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് കുറേ നാളായ ആളുകൾ ചോദിക്കുന്നു ബേക്കറി വല്ലതും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ബേക്കറി വല്ലതും കൊടുക്കാനുണ്ടോ അല്ലേ. നിരവധി കമൻറ്റുകളാണ് വരാറ്. അതുപോലെ തന്നെ നമ്മളെ ഓഫീസിലെ വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട് അല്ലേ. നമ്മൾ സാധാരണ വീടും പറമ്പും അതുപോലെ തന്നെ തെങ്ങും തോപ്പുകളൊക്കെ തന്നെ കാണിക്കുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് ചോദിക്കുന്നതാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ബേക്കറി ഉണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ബേക്കറി ആരംഭിക്കാൻ പറ്റിയ സ്പോട്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മിക്ക ദിവസങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ബേക്കറിയെ കുറിച്ചാണ്. അതായത് ഒരു അടിപൊളി ബേക്കറി നല്ലൊരു സ്പോട്ടിൽ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് നിന്നും കോഴിക്കോട് പോകുന്ന ഹൈവേ ഇല്ലേ, പാലക്കാട് ടൗണിൽ നിന്നും നമ്മളിങ്ങനെ വരുമ്പം നെക്സ്റ്റ് ഒരു വലിയൊരു ജംഗ്ഷൻ വരുന്നത് ഒലവക്കോടാണല്ലേ. നിറയെ അടിപൊളി നമ്മളെ BRM ബേക്കറിയൊക്കെ പോലെയുള്ള തിരക്ക് പിടിച്ച നല്ല കച്ചവടം നടക്കുന്ന പൊടി വരെ കച്ചവടം നടക്കുന്ന ബേക്കറി ഒലവക്കോട് ജംഗ്ഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് മുണ്ടൂരാണ്. പിന്നെ നമുക്ക് കോങ്ങാട്, കല്ലടിക്കോട്, ഇങ്ങോട്ട് പോകുമ്പോൾ കല്ലടിക്കോടൊക്കെയാണ് അല്ലേ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിനെ കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചിട്ട് പിന്നെ കൊടുക്കണു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് വല്ല സംശയം ഉണ്ടാവും. എന്തെങ്കിലും കച്ചവടം ഇല്ലാണ്ടാണോ, അതല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറയാത്തത്. എന്തായാലും നമ്മുടെ ഒലവക്കോടിൻ്റെയും കോങ്ങാടിൻ്റെയും ഇടയ്ക്കാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞ പോലെ അല്ലേ. അതായത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നല്ലൊരു ബസ് സ്റ്റോപ്പിൽ നല്ലൊരു ജംഗ്ഷനിൽ എപ്പോഴും തിരക്കുണ്ടാവുന്ന നൂറുകണക്കിന് ബസ്സുകൾ പാസ് ചെയ്യുന്ന, വാഹനങ്ങൾ പാസ് ചെയ്യുന്ന തിരക്ക് പിടിച്ചൊരു ജംഗ്ഷനിലാണ് നല്ലൊരു ബേക്കറി കൊടുക്കാനുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അല്ലേ, ഒന്നോ രണ്ടോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്ഥാപനങ്ങളുള്ള, അതിൽ കൂടുതൽ ബേക്കറികളുള്ള ആളുകൾക്ക് എല്ലാം കൂടി നടത്തിക്കൊണ്ടുപോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ. സമയപ്രശ്നം തന്നെയാണ്. എത്തി വരില്ല എന്ന് പറയില്ല, നോക്കിയിട്ട് നടത്തി എത്തി വരില്ല എന്ന് പറയും. അപ്പോൾ നല്ലപോലെ ഒരു ബേക്കറി നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വാങ്ങിച്ചിട്ട് കേട്ടോ, അതല്ലാണ്ട് ജോലിക്കല്ല, നിങ്ങൾക്ക് കാശ് മുടക്കി വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിനകത്തൊരു എന്താണ്, വാടക ബിൽഡിംഗ് ആയിരിക്കും അല്ലേ, തീർച്ചയായിട്ടും വാടക ബിൽഡിംഗ് ആയിരിക്കും. നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള എങ്കിൽ തന്നെ ഒരു 1.5 ഷട്ടർ ഓപ്പൺ ആണ്, 1.5 ഷട്ടറിൻ്റെ ഒരു നല്ല ഒരു ഓപ്പൺ ബേക്കറിയാണ്. നന്നായിട്ടുണ്ട്, നല്ല തിരക്കിലാണ്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഓണറിൻ്റെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുമായി സംസാരിക്കാം. ടോട്ടലായിട്ട് അതിനകത്തൊരു നിങ്ങൾക്ക് വരിക ഒരു ടോട്ടൽ 5 ലക്ഷം രൂപ ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. 5 ലക്ഷം രൂപയാണ് എന്നോട് പറയാൻ പറഞ്ഞത്. അപ്പോൾ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പം ഫുൾ സെറ്റായിരിക്കും. അതിനകത്ത് 1 ലക്ഷം രൂപ നമ്മുടെ അഡ്വാൻസ് കാശും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ശരിക്കും കോസ്റ്റ് വരുന്നത് 4 ലക്ഷമാണല്ലോ. ആ 1 ലക്ഷം അഡ്വാൻസ് നമുക്ക് തിരിച്ച് കിട്ടുന്നൊരു കാശാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് 4 ലക്ഷം രൂപയാണ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെന്താ, അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വന്ന് കാണുക, അല്ലെങ്കിൽ ബേക്കറി വന്ന് കാണുക, അല്ലെങ്കിൽ കച്ചവടങ്ങളൊക്കെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് നടത്താനെടുക്കാം അല്ലേ. അതിനകത്ത് നിങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ആളുകൾ വന്നു പോകുന്ന നല്ല പോലെ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. ധാരാളം ആളുകൾ ബസ് ഇറങ്ങി വേറെ ബസ്സിലേക്കൊക്കെ മാറി കയറുന്ന നല്ലൊരു ജംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വന്നു കഴിഞ്ഞാൽ ആ ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെടും. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തും ബേക്കറികൾ ഉണ്ടാവും. അപ്പോൾ ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ കച്ചവടം ആവില്ല എന്നൊക്കെ ചില ആളുകൾ പരാതിയുണ്ട്. ഇത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പരാതിയേ വരില്ല. ഞാൻ പറഞ്ഞില്ല, 1 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ അതുപോലെ ഹോൾസെയിൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബേക്കറി നടത്തിപ്പുകാരനാണ്. അപ്പോൾ അവർക്കെല്ലാം കൂടി ഹോൾസെയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പിന്നെ അതേപോലെ തന്നെ 2-3 ബേക്കറികളിലേക്ക് കൂടി എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിക്ക് നടത്താൻ ആഗ്രഹമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് നടത്താൻ പറ്റും. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അല്ലേ, നിങ്ങൾ ഓണറുമായി സംസാരിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ബേക്കറി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കണം. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, നിർത്തത്തിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. അതിലോ ബൈ.